മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുവാൻ കോർപ്പറേറ്റുകളുടെ യാനങ്ങൾക്ക് അനുവാദം നൽകുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്. മത്സ്യത്തൊഴിലാളി വിരുദ്ധ നടപടികളാണ് കേന്ദ്ര സർക്കാർ നിരന്തരം തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുവാൻ കോർപ്പറേറ്റുകളുടെ യാനങ്ങൾക്ക് അനുവാദം നൽകുവാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അറിയിച്ചു. കടൽ മണൽ ഖനനത്തിന് പുറമെ മത്സ്യകൃഷിക്കായി കടൽ കുത്തകകൾക്ക് പതിച്ചു നൽകുകയും മത്സ്യബന്ധനത്തിന് വൻകിട കമ്പനികൾക്ക് അനുവാദം നൽകുകയും ചെയ്യുന്ന ബ്ലൂ ഇക്കോണമി നയരേഖയുടെ അടിസ്ഥാനത്തിലുള്ള ഗൂഢനീക്കത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ദിവസവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ആഞ്ചലോസ് ആരോപിച്ചു. കോൺഗ്രസ് സർക്കാരിന്റെ നവസാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേ രീതിയിൽ വിദേശ ട്രോളറുകൾക്ക് അനുവാദം നൽകുകയും അതുമൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാവുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്മേലാണ് മുരാരി കമ്മിറ്റിയെ നിയമിച്ചതെന്നും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നും ആഞ്ചലോസ് ആരോപിച്ചു. തീരപരിപാലന വിജ്ഞാപനത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളി ഭവനങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യം, കടൽ മണൽ ഖനന പദ്ധതി, കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ അമേരിക്കൻ നിരോധനം, മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറയ്ക്കൽ, വില വർദ്ധിപ്പിക്കൽ, കടലാക്രമണ പ്രതിരോധ പദ്ധതിക്ക് തുക നിഷേധിക്കൽ, കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട നിസ്സംഗത തുടങ്ങിയ മത്സ്യത്തൊഴിലാളി വിരുദ്ധ നടപടികളാണ് കേന്ദ്ര സർക്കാർ നിരന്തരം കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.